എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് ദന്തൽ സർജൻ നമ്മുടെ 75 ഡേയ്സ് സ്റ്റഡി പ്ലാനിങ് അതാണ്ടേ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഡെയിലി എക്സാം ഉണ്ടാകും, എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാകും. എന്താണോ പഠിക്കേണ്ടത് ഞങ്ങൾ പറയും. ഡേ 1, 2, 3 പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കലണ്ടർ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ നോക്കി, ജനറൽ ഹ്യൂമൻ അനാട്ടമി ഉണ്ട്, ഓറൽ സർജറി അനസ്തേഷ്യ, അതിപ്പോൾ വീഡിയോസിന് എണ്ണവും ഉണ്ട്, ക്ലാസ്സിന് എണ്ണവും പറയുന്നുണ്ട്, പെഡോഡോണ്ടിക്സ് ഉണ്ട്. അങ്ങനെ ഓരോ മൊഡ്യൂൾ, ഏകദേശം 16ഓളം മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോടത് പറയട്ടെ, എല്ലാവരും തിരക്കുള്ളവരാണ്, ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു ഉറപ്പ് വേണം. കാരണം എക്സാം ഇനി വരാൻ 1.5 വർഷം എടുക്കും. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു 80 ദിവസമുണ്ട്, അല്ലെങ്കിൽ 75 ദിവസമുണ്ട്. ആ സമയം നന്നായി പഠിക്കുക. ഈ പ്രാക്ടീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ ഉച്ചവരെ പോയിട്ട് ഉച്ച ശേഷം പഠിക്കാനിരിക്കുക, അല്ലെങ്കിൽ രാത്രി കൂടുതൽ സമയം പഠിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ 2 ഡോക്ടർമാർ 2 കോഴ്സ് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് ദന്തൽ സർജനും അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും 2 ഡോക്ടർമാരുടെയാണ്. എല്ലാവരും തിരക്കാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചാലൊക്കെ റിപ്ലൈ കിട്ടും, ഒരുപാട് താമസിച്ചൊക്കെയാണ്. കാര്യം അവരെല്ലാം തിരക്കാണ്. നിങ്ങളൊരു ഗവൺമെന്റ് സർവീസിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഗസറ്റ് റാങ്കിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനിയുള്ള ദിവസം നന്നായി പഠിക്കുക. ഒരു 75 ദിവസം നിങ്ങൾക്ക് നല്ലപോലെ കിട്ടും. ആ 75 ദിവസം നന്നായി പഠിക്കുക, ആത്മാർത്ഥം പഠിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നല്ല ക്ലാസ്സുകൾ നൽകും, പ്രിന്റബിൾ ഫോമിൽ നോട്ട്സ് നൽകും, ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് നൽകും, എക്സാം ഇടും. മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും, മോക്ക് എക്സാം ഉണ്ടാകും. ഒപ്പം റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും. ആർക്കാണ്? പുതുതായി ജോയിൻ ചെയ്തവർക്ക്. എന്താ റാങ്ക് ഫയലിന്റെ പ്രത്യേകത? ഓരോ മൊഡ്യൂളിലെയും 200 ചോദ്യങ്ങളും എക്സ്പ്ലനേഷനും, സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്ത MDS എൻട്രൻസ് എക്സാമിന്റെ ചോദ്യങ്ങൾ, കേരള PSC പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ മൊഡ്യൂളിൽ നിന്ന് മാക്സിമം 200 ചോദ്യങ്ങളുടെ റാങ്ക് ഫയൽ. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് മൊഡ്യൂൾ ഫിനിഷ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. എനിക്ക് എന്ത് ചെയ്യാം? റാങ്ക് ഫയൽ എടുക്കുന്നു, ആ 200 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. വീണ്ടും സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞു, ആ 200 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്? ഉറപ്പ് പറയട്ടെ, ഞങ്ങൾ ഒപ്പം ഉണ്ട്. 3500 രൂപ മാത്രമാണ് ഫീസ്. ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് തരും. നന്നായി പഠിക്കുക, ആവശ്യത്തിന് പഠിക്കുക. താങ്ക് യു.